ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 7ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഏതാണ്? നമ്മുടെ മഹാഭാരത യുദ്ധം, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തെ വർണ്ണിക്കുന്ന നമ്മുടെ എഴുത്തച്ഛൻ്റെ മനോഹരമായ ഒരു കവിത പഠിക്കാനുള്ള 7ാം ക്ലാസ്സിലെ മക്കളെ. നിങ്ങൾക്ക് ഏതാണ് ആ കവിതയുടെ പേര്? പടക്കളത്തിലേക്ക് അല്ലേ? പടപ്പൊരുതണ്ണം പടയെഴുതണം വെട്ടിത്താല കൊയ്സണ്ണം. ആ പാട്ടൊക്കെ കേട്ട പോലെ പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. നമുക്കറിയാം, നമ്മൾ എപ്പോഴാണ് പടക്കളത്തിലേക്ക് പോവുക? യുദ്ധക്കളത്തിലേക്ക്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഭാരതത്തിലെ ഒരു മഹാഭാരത യുദ്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതാണ് മഹാഭാരത യുദ്ധം? ആരൊക്കെ തമ്മിലായിരുന്നു? കൗരവർ പിന്നെ ആരാ മക്കളെ? പാണ്ഡവരും. കൗരവരും പാണ്ഡവരും തമ്മിൽ ഒരു വലിയ യുദ്ധം നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ ചില കാര്യങ്ങളെ, ആ യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എഴുത്തച്ഛൻ്റെ മനോഹരമായ കവിതയാണ് പടക്കളത്തിലേക്ക്. നമുക്കറിയാം, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണല്ലേ ഏത്? മഹാഭാരത യുദ്ധം. അത്തരത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ചതിയിലൂടെയാണ് പാണ്ഡവരെ കൗരവരെ തോൽപ്പിച്ചത്. ചതി എപ്പോഴും നമുക്കറിയാം, യുദ്ധങ്ങളെല്ലാം തന്നെ ചതിയാണ്. ഒരു യുദ്ധത്തിലും ആരും തന്നെ വിജയിക്കുന്നില്ല, അതാണ് വാസ്തവം. പക്ഷേ ചതിയിലൂടെയാണ് മഹാഭാരത യുദ്ധത്തിലെ പാണ്ഡവരെ കൗരവരെ തോൽപ്പിക്കുന്നത്. അപ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ വർണ്ണനയാണ് എഴുത്തച്ഛൻ പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന കവിതയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കവിത സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ്. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എഴുത്തച്ഛനെ ഒന്ന് പരിചയപ്പെടാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ? പ്രാചീന കവിത്രയങ്ങൾ ഒരാൾ. അപ്പോൾ ബാക്കി രണ്ടാളാരൊക്കെയാ? ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും. അപ്പോൾ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഇവരാണ് 3 പ്രാചീന കവിത്രയങ്ങൾ. അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുകയാണ് ആര്? എഴുത്തച്ഛൻ. 15ാം നൂറ്റാണ്ടിനും 16ാം നൂറ്റാണ്ടിനും ഇടയിലായിരിക്കണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ 15നും 16നും ഇടയിലാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നു. മലപ്പുറം ജില്ലയിലെ തുഞ്ചൻപറമാണ് കവിയുടെ സ്ഥലം. എഴുത്തച്ഛനാണ് 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് കരുതുന്നു. ഇപ്പം 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിന് പകരം നമ്മൾ ഇന്ന് എഴുതുന്ന ഈ 51 അക്ഷരങ്ങൾ കൊണ്ടുവന്നത് എഴുത്തച്ഛനാണെന്ന് പറയുന്നു. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം, ദേവീ മഹാത്മ്യം, ഉത്തരരാമായണം, ശതമുഖ രാമായണം, കൈവല്യ നവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റെതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണയ്ക്ക് എല്ലാ വർഷവും ഡിസംബർ 31 തുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. അത്തരത്തിൽ മലയാള സാഹിത്യം കണ്ട, മലയാള ഭാഷ കണ്ട അതുല്യനായ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ യുദ്ധവർണ്ണനയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന കവിത. സെറ്റല്ലേ? അപ്പോൾ പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന കവിതയിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ പാണ്ഡവപ്പട ഇങ്ങനെ വരികയാണ്. അപ്പോൾ കൗരവപ്പടയുടെ തലവനുണ്ട് ദ്രോണർ കൗരവപ്പടയോട് പറയാണ്, ഭയപ്പെടല്ലേ, പേടിക്കല്ലേ, ശക്തിയോടെ നമുക്ക് മുന്നോട്ട് നിൽക്കാം. ഈ പാണ്ഡവപ്പട വരുമ്പോൾ പാണ്ഡവപ്പട പൊടിയൊക്കെ ഉണ്ടാക്കി ആനയും കുതിരയും തേരാളികളും ഒക്കെ ആയിട്ട് പാണ്ഡവപ്പട ഇങ്ങനെ കുതിരപ്പുറത്ത് വരികയാണ് പാണ്ഡവപ്പട, അർജുനന്റെ പട. അപ്പോൾ ദ്രോണർ കൗരവപ്പടയുടെ തലവനാണ്. ദ്രോണർ പറയുകയാണ്, പാണ്ഡവപ്പട വന്നോട്ടെ, നമുക്കതിനെ തോൽപ്പിക്കാം, നീ പേടിക്കാതിരിക്കൂ എന്ന് ദ്രോണർ കൗരവപ്പടയ്ക്ക് ധൈര്യം കൊടുക്കുന്ന ആ ചെറിയൊരു ഭാഗമാണ് പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന കവിതയിലൂടെ എഴുത്തച്ഛൻ നമ്മോട് പങ്കിടുന്നത്. സെറ്റായി പഠിച്ചൂടെ? പഠിക്കാം. പടക്കളത്തിലേക്ക് നോക്കാം. ഇതാണ് യുദ്ധമല്ലേ? ആനയും കുതിരയും എല്ലാവരും ഉണ്ട്, പടയാളികളും. ഈ യുദ്ധരംഗ വർണ്ണന ആരൊക്കെ തമ്മിലുള്ള, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധരംഗത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നോക്കാം നമുക്ക്. പൊന്നണിഞ്ഞാനുകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ, വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ, മുമ്പിൽ കളിക്കുന്ന കാലാൽ പടകളും വമ്പോടലറും പടകവും വേരിയും, വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടുമടുക്കുന്നതു നേരം, ദിക്കുകളൊക്കെ മറഞ്ഞു പൊടി കൊണ്ടു ചക്രം തിരിഞ്ഞത് കൗരവ സൈന്യവും, വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാപ്പട നമുക്കെന്നുറച്ചിടിനാൻ, ചൊല്ലിനാൻ മറ്റുള്ളവരോടിത് കാണുക നല്ല വരവും ഭയങ്കരമെത്രയും,
എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ, നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ, വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ, വല്ലഭമുള്ളവർ ഒന്നിച്ചു കൂടുവിൻ. ഇത്തരം ചൊല്ലിയുറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണരും ഉറപ്പിച്ചു നിർത്തിനാൻ. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ കവിതയാണ് നമ്മൾ പഠിക്കുന്ന പടക്കളത്തിലേക്ക്. ഇനി നമുക്ക് ഈ കവിതയിലെ ഓരോ വരികളും അതിൻ്റെ അർത്ഥവും ആശയങ്ങളും പഠിക്കാം. സെറ്റലടാ? ഓക്കെ. അപ്പോൾ പാണ്ഡവ സൈന്യം കൗരവ സൈന്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ്? പൊന്നണിഞ്ഞാനങ്ങൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ. അത് പൊന്നണിഞ്ഞ് ആനയുടെ നെറ്റിപ്പട്ടം പൊന്നു, നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിനോ? ആനക്ക് നെറ്റിപ്പട്ടുണ്ടാവല്ലോ സ്വർണത്തിൻ്റെ, അതേപോലെ പൊന്നണിഞ്ഞ് നെറ്റിപ്പട്ടം, പൊന്നിൻ്റെ നെറ്റിപ്പട്ടം കെട്ട് ആനകൾ ഇങ്ങനെ വരികയാണ്. ആന ഇങ്ങനെ പൊന്നണിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ആരടുത്തേക്ക്? ആ കൗരവ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പാണ്ഡവ സൈന്യത്തിലെ ആനകൾ പൊന്നണിഞ്ഞുകൊണ്ട് പടയാളികൾ ആനയെ ഓടിച്ചു വരികയാണ്. ഏതുപോലെയാണെന്നാ കവി പറയണേ? പൊന്നിൻ്റെ മലകൾ പോലെ അല്ലേ? ഏതുപോലെ കവി പറയണേ? ആനകൾ പൊന്നിൻ മലകൾ പോലെ വരുന്നു. മലകൾ പോലെ ആനകൾ ഏതുപോലെ മക്കളെ വരുന്നേ? പൊന്നിൻ മലകൾ പോലെ ആന ഇങ്ങനെ കുതിച്ചു വരികയാണ്. പാണ്ഡവ സൈന്യത്തിൻ്റെ ആന പൊന്നിൻ മല പോലെ പൊന്നിൻ്റെ തിടമ്പ് കെട്ടിക്കൊണ്ട് പാണ്ഡവ സൈന്യത്തിൻ്റെ ആന കൗരവ സംഘത്തിലേക്ക് കുതിച്ചു വരികയാണ്, മതിച്ചു വരികയാണ്. തീർന്നില്ല. വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകളും വരുന്നുണ്ട്. ഏതുപോലെ? വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകളും വരുന്നുണ്ട്. വെള്ളത്തിലെ തിര തുള്ളുന്നത് പോലെ അല്ലെ? ഒരു കടലിറങ്ങി വരുന്നത് പോലെ വെള്ളക്കുതിര ഇങ്ങനെ വരികയാണല്ലേ. അപ്പോൾ ആന സ്വർണത്തിൻ്റെ തിടമ്പേറ്റ് വരുന്നു. പിന്നെയോ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകളും ഇവിടെ വരികയാണ്. വെള്ളക്കുതിരകളും ആനകളൊക്കെ ആരടുത്തേക്ക് വരികയാണ് മക്കളെ? നമ്മുടെ കൗരവ സൈന്യത്തിലേക്ക് വരികയാണ്. ആ ഒരു ഭീകര ദൃശ്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മുമ്പിൽ കളിക്കുന്ന കാലാൽ പടകളും വമ്പോടലറും പടകവും ഭേരിയും അല്ലേ? മുമ്പിൽ കളിക്കുന്ന കാലാൽ പടകളും അല്ലേ? വാളുകളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും ഏന്തിക്കൊണ്ട് കാലാൽ പടയാളികളും ഇവരോടൊപ്പം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആനയോടൊപ്പം ഈ ആന സ്വർണ്ണത്തിൽ തിടമ്പേറ്റി പൊന്നിൻ മല വരുന്ന പോലെ വരുന്നു. ഈ കുതിര വെള്ള തിരമാലകൾ വെള്ളം വരുന്നത് പോലെ വരുന്നു. ഒപ്പം തന്നെ ആയുധമൊക്കെ ഏന്തി ആരും വരുന്നുണ്ട്, പടയാളികളുമുണ്ട്. എവിടേക്കാണ് പോകുന്നത്? പാണ്ഡവ സൈന്യമാണ് ഇങ്ങനെ വരുന്നത്. ആരിലേക്ക്? കൗരവ പടയടുത്തേക്ക്. വൻകടൽ പോലെ പരന്നിതു വമ്പട, ഹുങ്കാരമോട് അടുക്കുന്നതും നേരം അല്ലേ? അഹങ്കാരത്തോടുകൂടി ശക്തിയോടുകൂടി ഏതുപോലെ? വൻകടൽ പോലെ, കടൽ പോലെ ഇതാ പാണ്ഡവ സൈന്യം കൗരവ സൈന്യത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഈ സ്വർണത്തിൻ്റെ തിടമ്പേറി പൊന്മല പോലെ ആന മതിച്ച് വരുന്നു. ഒപ്പം പിറകെ തന്നെ കുതിര ഏതുപോലെയാണ്? വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ, ഒരു സുനാമി, ഒരു കടലിൽ ഇരമ്പി വരുന്നത് പോലെ വെള്ളക്കുതിരകളും പിന്നെ ആയുധങ്ങൾ ഏന്തിയ പടയാളികളും എല്ലാം തന്നെ വൻ കടൽ പോലെ ഇങ്ങനെ മതിച്ച് സുനാമി പോലെ ഇങ്ങനെ ആക്കിയിട്ട് വരികയാണ്. ആരുടെ? നമ്മുടെ കൗരവ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പാണ്ഡവ സൈന്യം ഇങ്ങനെ വരികയാണ് കേട്ടോ. അതാണ് ആദ്യ ഭാഗത്തിൽ പറയുന്നത്. ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞതു കൗരവ സൈന്യവും അല്ലേ? ദിക്കുകളൊക്കെ പൊട്ടിക്കൊണ്ടിങ്ങനെ തൂത്തുവാരുകയാണ്. ഈ കുതിരയും ആനയും കാലാൽപ്പടകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടി പട്ടണം തന്നെയാണ് ആ ഒരു മൈതാനം മുഴുവൻ, ആ യുദ്ധരംഗം മുഴുവൻ. അപ്പോൾ ചക്രം തിരിഞ്ഞതു കൗരവ സൈന്യവും. അത് കണ്ടപ്പോൾ കൗരവ സൈന്യത്തിന് പേടിയായി അല്ലേ? ഇത്രയും ശക്തമായ മതയാനകളും കുതിരകളും കാലാൽപ്പടകളും കടൽ പോലെ ഇരമ്പി വരുമ്പോൾ ആ കാഴ്ച കണ്ട് ആര് ഭയപ്പെടുകയാണ്? നമ്മുടെ കൗരവ സൈന്യം ഭയപ്പെടുകയാണ്. ഈ കൗരവ സൈന്യം ഭയപ്പെട്ടപ്പോൾ കൗരവ സൈന്യത്തിൻ്റെ തലവനായ ദ്രോണർ, വില്ലാളി വീരനായ ദ്രോണർ കൗരവ സൈന്യത്തിന് ശക്തി കൊടുക്കുകയാണ് തൻ്റെ വാക്കുകളിലൂടെ ചെയ്യുന്നത്. വില്ലാളി വീരനാം ദ്രോണർ അത് കണ്ട് നില്ലാപ്പട നമുക്കെന്നുറച്ചിടനാൻ. ദ്രോണർ എന്ത് ചെയ്യുന്നു? ദ്രോണർ ശക്തി പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? ദ്രോണർ ശക്തി കൊടുക്കുകയാണ്. ആർക്ക്? ദ്രോണർ ശക്തി തൻ്റെ പടയാളികൾക്ക് നൽകുന്നു. ദ്രോണർ ശക്തി തൻ്റെ പടയാളികൾക്ക് നൽകുകയാണ്. ദ്രോണർ ശക്തി ആർക്ക് കൊടുക്കുകയാണ് മക്കളെ? പടയാളികൾക്ക് നൽകുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ പേടിക്കാതെ ഇരിക്കടാ, എൻ്റെ കൂടെ ഇരിക്കേ, നിങ്ങൾ ധൈര്യമായിരിക്കുക. ഈ മതയാനകളും ഈ കുതിരകളും ഈ പടയാളികളെയും കണ്ട് നിങ്ങൾ പേടിക്കല്ലേ എന്ന് പറഞ്ഞ് ദ്രോണർ തൻ്റെ കൗരവ സംഘത്തിന് പേടിച്ചു പോയ, പാണ്ഡവ സൈന്യം കണ്ട് പേടിച്ചു പോയ തൻ്റെ കൗരവ സംഘത്തിന് ശക്തി പകർന്നു കൊടുക്കുകയാണ് കൗരവ സംഘത്തിൻ്റെ തലവനായ വില്ലാളി വീരനായ ദ്രോണർ. ചൊല്ലിനാൻ മറ്റുള്ളവരോടിത് കാണുക, നല്ല വരവ് ഭയങ്കരമത്രയും, എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ, നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ അല്ലേ? ദ്രോണർ പറയുകയാണ്, നിങ്ങൾ പേടിക്കാതെ,
പേടിക്കാതെ നിൽക്ക്. ഇവർ വലിയ ഭയങ്കരമാരൊന്നുമല്ല. നമ്മളെല്ലാവരും ഒന്ന് ശക്തിയോടെ നിൽക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ശക്തിയോടെ അല്ലെ. ഏതുപോലെ ദ്രോണർ പറയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ശക്തിയോടെ നിൽക്കണമെന്ന് ദ്രോണർ പറയുന്നു. ഈ പട വന്നോട്ടെ, ഈ പട നമ്മുടെ അടുത്തേക്ക് വന്നോട്ടെ, പക്ഷെ നമ്മൾ തോൽക്കാൻ പാടില്ല, നമ്മൾ പിറകത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ സർവ്വശക്തിയും എടുത്ത് ഈ പടയെ തോൽപ്പിക്കണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ദ്രോണർ, കൗരവപക്ഷത്തിൻ്റെ നേതാവായ ദ്രോണർ പറയുന്നത്. വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ, ഈ പൊടിയൊക്കെ പാറി അകറ്റിയിടുവിൻ, വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ, ശക്തിയുള്ളവരെ ഒരുമിച്ച് കൂടുവിൻ. അല്ലെ കവി പറയാണ്, ഈ പൊടിയൊക്കെ മാറ്റി അകത്തി ശക്തിയുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുവിൻ എന്ന് ദ്രോണർ തൻ്റെ കൗരവ പടയോട് പറയാണ്. ഈ പാണ്ഡവ സൈന്യത്തിൻ്റെ ശക്തി കണ്ട് പേടിക്കാതിരിക്കടാ, നിങ്ങളൊന്ന് ഒരുമിച്ചിരിക്കുക, ശക്തിയോടെ ഇരിക്കുക. ഈ പൊടിയൊക്കെ മാറ്റിക്കൊണ്ട് ഈ പടകളുടെ ശക്തി നമ്മൾ കാണിച്ചിരിക്കണം. ദ്രോണർ പറയാണ്, നിങ്ങൾ പേടിക്കാതിരിക്കുക, ഈ കൗരവ സൈന്യത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്ക്. ഈ പാണ്ഡവ സൈന്യത്തിൻ്റെ മധയാനയും പൊന്നിൻമല പോലെയും കുതിര ഈ വെള്ളത്തിലെ തിരമാല പോലെയും പടയാളികൾ കടൽ പോലെയും വരുമ്പോൾ കൗരവ സൈന്യങ്ങൾ നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ശക്തിയോടെ നിർത്തും. ഇനി പൊടിയൊക്കെ മാറ്റി ആനകളെ മുമ്പിൽ നിർത്തിവിടും, അല്ലേ, നല്ല ഗജങ്ങളുടെ മുമ്പിൽ നിർത്തുക. നമ്മളെ ആ ഭാഗത്തും ആനകളുണ്ട്. ദ്രോണർ പറയുകയാണ്, നമുക്കും ആനകളില്ലേ, നമ്മുടെ ആനകളെ നമ്മുടെ ഗജങ്ങളെ മുമ്പിൽ നിർത്തൂ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. ആരോട്? പാണ്ഡവരോടെന്ന് ദ്രോണർ കൗരവപ്പടയോട്, പേടിച്ചു പോയ കൗരവപ്പടയോട് പറയുന്നു. ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജപുത്രൻ. ഭരദ്വാജൻ്റെ പുത്രൻ ആരാണ്? ദ്രോണർ. ഇങ്ങനെ തൻ്റെ പടകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശക്തിയോടെ നിർത്തുകയാണ്, തന്നോടൊപ്പം ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ്. ആര്? നമ്മുടെ ദ്രോണർ. ഈ പാണ്ഡവ സൈന്യത്തിൻ്റെ ശക്തി കണ്ട് ഭയന്നോടുന്ന നമ്മുടെ കൗരവ സൈന്യത്തെ പിടിച്ചു നിർത്തുകയാണ് ദ്രോണർ. ഇതൊന്നും കണ്ട് ഭയക്കരുത്, നമ്മൾ ശക്തിയോടെ നിന്ന് ഇതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ഉറക്കെ ശക്തിയോടെ വിളിച്ചു പറയുകയാണ് ദ്രോണർ ചെയ്യുന്നത്. അത്തരത്തിലെ മഹാഭാരത യുദ്ധത്തിലെ ദ്രോണപർവമാണ് ഇവിടെ നമുക്ക് പരാമർശിക്കുന്നത്. പാണ്ഡവ സൈന്യം കണ്ട് ഭയപ്പെട്ടു പോകുന്ന കൗരവ സൈന്യത്തിന് ധൈര്യം കൊടുക്കുകയാണ് ദ്രോണർ ഈ ഒരു കവിതാഭാഗത്തിലൂടെ. ഇനി നമുക്ക് ഈ കവിതയിലെ പ്രധാന ആശയവും പ്രധാന ചോദ്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് പഠിച്ചു പോകാം. എന്താണ് കവിതയുടെ പ്രധാന ആശയം? ഈ ആശയം പഠിക്കുമ്പോൾ കവിത ഒന്നുകൂടെ എൻ്റെ മക്കളുടെ മനസ്സിൽ കയറും കേട്ടോ. മഹാഭാരത യുദ്ധത്തിൻ്റെ 18-ാം ദിവസം ഭീമനും ദുര്യോധനും തമ്മിലുള്ള ഗദയുദ്ധത്തിന് മുമ്പുള്ള യുദ്ധരംഗത്തിൻ്റെ ഒരു ഹൃദയസ്പർശിയായ ചിത്രമാണ് എഴുത്തച്ഛൻ ഈ കവിതയിൽ വരച്ചിടുന്നത്. യുദ്ധത്തിൻ്റെ ഭീകരതയും അനിശ്ചിതത്വവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ യുദ്ധം എപ്പോഴും ഒരു ഭീകരതയാണ്. ഈ ഭീകരതയാണ് അദ്ദേഹം ഇവിടെ വരച്ച് കാട്ടുന്നതും. പാണ്ഡവ സൈന്യത്തിൻ്റെ ആക്രമണം, ആദ്യം പാണ്ഡവ സൈന്യത്തിൻ്റെ ആക്രമണം കവിതയിൽ കാണാൻ സാധിക്കുക. പാണ്ഡവ സൈന്യം യുദ്ധക്കളത്തിലേക്ക് ഇരച്ചു കയറുന്നതിൻ്റെ ഭയാനകമായ ചിത്രമാണ് കവി ആദ്യം വരച്ചിരുന്നത്. അപ്പോൾ പാണ്ഡവ സൈന്യം യുദ്ധപരമായിട്ട് എല്ലാവരെയും ഇടിച്ചു തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വൻ പടയോട് വരികയാണ് കൗരവ സൈന്യത്തിൻ്റെ അടുത്തേക്ക്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ. ഏതുപോലെയാണ് പാണ്ഡവ സൈന്യം വരുന്നത്? പൊന്നണിഞ്ഞ് ആനകൾ വരുന്ന പോലെ, മലകൾ പോലെ പൊന്നണിഞ്ഞ് ആനകൾ വരുന്ന പോലെ പാണ്ഡവ സൈന്യം വരികയാണ് എന്ന വരികളിൽ ആനകളുടെ വലിപ്പവും ശക്തിയും കവി വ്യക്തമാക്കുന്നു. ഇത്രയും വലിയ ആനകളാണ് ഇവിടെ വരുന്നത്, പാണ്ഡവപ്പടയുടെ ആനകൾ എന്ന് കവി പറയുന്നു. സ്വർണ്ണമലകൾ നടന്നു വരുന്നത് പോലെ എന്ന ഉപമ യുദ്ധത്തിൻ്റെ വ്യാപ്തിയും ഭീകരതയും വെളിപ്പെടുത്തുന്നത്. സ്വർണ്ണമലകൾ പോലെയാണ് വരുന്നത്. ഇത് യുദ്ധത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വെളിപ്പെട്ട് കാണിക്കുന്നു. വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ, വെള്ളത്തിലെ തിര തുള്ളുന്നത് പോലെയാണ് ആ കുതിരകൾ ഇങ്ങനെ കുതിച്ച് ചാടുന്നത് എന്ന വരികളിൽ കുതിരകളുടെ വേഗതയും അവയുടെ ഓട്ടത്തിൻ്റെ താളവും കവി വരച്ച് കാട്ടുന്നു. ഇവിടെ കുതിരയുടെ വേഗതയും ഓട്ടത്തിൻ്റെ താളവുമെല്ലാം കവി വരച്ച് കാട്ടുകയാണ്. എന്താണ്? ഇവിടെ പാണ്ഡവ സൈന്യത്തിൽ വലിയ ആനകളുണ്ട്, സ്വർണ്ണത്തിടമ്പേറിയ ആന, സ്വർണ്ണമലകൾ പോലെ. കുതിരകൾ ഈ വെള്ളം തെറിപ്പിച്ച് വരുന്ന പോലെ, സുനാമി പോലെ പവറായിട്ട് വെള്ളം, കടലിലെ തിരമാല പോലെ ഇത് വരികയാണ്. നമ്മുടെ കുതിരയും വരികയാണ്. കടൽ തിരകൾ പോലെ പാഞ്ഞെടുക്കുന്ന കുതിരപ്പടയുടെ മുന്നേറ്റം യുദ്ധക്കളത്തിലെ ആവേശം വർദ്ധിക്കുന്നു. യുദ്ധക്കളത്തിൽ കുതിരയുടെ കടന്നു വരുമ്പോൾ ഒരു ആവേശം സൃഷ്ടിക്കുകയാണ്. മുമ്പിൽ കളിക്കുന്ന കാലാൽ പടകളും വമ്പോടലറും പടഹവും വേരിയും എന്നീ വരികൾ യുദ്ധത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളെ വരച്ച് കാട്ടുന്നു. കാലാൽ പടകളുണ്ട്, അവിടെ ശബ്ദങ്ങളുണ്ട്, ഘോഷങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ വരച്ച് കാട്ടുകയാണ്. കാലാൽ പടയുടെ ആർപ്പ് വിളികളും പടഹകളും വേരികളുടെയും ശബ്ദവും ചേർന്ന് യുദ്ധക്കളം നരകതുല്യമാക്കുന്നു.
കാലാൾപ്പടകളെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആർപ്പ് വിളിച്ച് ശബ്ദിച്ച് കാഹളത്തിൽ ഒരുങ്ങി വരികയാണ്. ആരെ തോൽപ്പിക്കാൻ? പാണ്ഡവ സൈന്യം കൗരവ സൈന്യം തോൽപ്പിക്കാൻ. ഇത് കണ്ട് കൗരവ സൈന്യം ഭയപ്പെട്ടു. അപ്പോൾ ദ്രോണർ ഓരോന്ന് പറഞ്ഞ് തൻ്റെ സൈന്യത്തെ പിടിച്ചു നിർത്തുകയാണ് അടുത്ത വരികളിൽ പറയുന്നത്. കൗരവ സൈന്യത്തിൻ്റെ ഭയമാണ് ഇനി പറയുന്നത്. പാണ്ഡവ സൈന്യത്തിൻ്റെ ഈ ഭയാനകമായ മുന്നേറ്റം കൗരവ സൈന്യത്തിൽ ഭയം ജനിപ്പിക്കുന്നു. അല്ലേ, കൗരവർക്ക് പേടിയായി. അയ്യോ, എന്ത് പവർഫുള്ളാണ് ഈ പാണ്ഡവ സൈന്യം, തങ്ങളെ തോൽപ്പിക്കുമോ, തങ്ങളെ കൊല്ലുമെന്ന ഭയം ആർക്ക് വരാൻ തുടങ്ങി? ആ കൗരവ സംഘത്തിന് വരാൻ തുടങ്ങി. അപ്പോൾ ദിക്കുകളൊക്കെ മറഞ്ഞു, പൊടികൊണ്ട് ചക്രം തിരിഞ്ഞതു കൗരവ സൈന്യവും എന്നീ വരികൾ കൗരവ സൈന്യത്തിൻ്റെ പരിഭ്രാന്തി വ്യക്തമാക്കുന്നു. അല്ലെ, കൗരവ സൈന്യത്തിൻ്റെ പരിഭ്രാന്തി വ്യക്തമാക്കുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ പാഞ്ഞെടുക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് അവർ പരിഭ്രമിക്കുന്നു. പൊടി പറത്തിക്കൊണ്ട് പാണ്ഡവ സൈന്യം ഇങ്ങനെ ആരടുത്തേക്ക് വരികയാണ്? കൗരവ സൈന്യത്തിലേക്ക് വരികയാണ്. അത് കണ്ട് കൗരവർ ഭയപ്പെടും. തങ്ങൾ മരിച്ചു പോകുമോ, ഈ പാണ്ഡവർ തങ്ങളെ കൊല്ലുമോ എന്ന് കൗരവ സംഘം ഭയപ്പെടുന്നു. അപ്പോൾ കൗരവരുടെ തലവനായ സേനാധിപനായ ദ്രോണർ കൗരവർക്ക് എന്ത് ചെയ്യുന്നു? ആത്മവിശ്വാസവും മറ്റു നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. അടുത്ത വരികളിൽ ദ്രോണരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ ദ്രോണർ തൻ്റെ സൈന്യത്തെ നയിക്കാൻ രംഗത്തെത്തുന്നു. ദ്രോണർ ഇങ്ങനെ മുമ്പിലേക്ക് വന്നു. ഇല്ല, പട നമുക്കെന്നുറച്ചിടാൻ, ഇല്ല നമ്മളെ ജയിക്കൂ എന്ന് ആര് പറയാണ്? ദ്രോണർ തൻ്റെ സുഹൃത്തുക്കളോട്, പടയാളികളോട് പറയാണ് എന്ന് അദ്ദേഹം സൈന്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നിടുവിൻ, നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ, വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ, വല്ലഭം ഒന്നിച്ചൊരുമിച്ച് കൂടുവിൻ എന്നീ വരികളിൽ ദ്രോണർ തൻ്റെ സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ കാണാം. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഐക്യവും തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അല്ലേ, യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ശക്തി വേണം, ഐക്യം വേണം, നമുക്ക് ഒരുമിച്ച് നിന്നാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റൂ എന്ന് ദ്രോണർ ആരോട് പറയുകയാണ്? തൻ്റെ സൈന്യത്തിൽപ്പെട്ടവരോട് പറയുകയാണ്. തോറ്റ് പിന്മാറാൻ എളുപ്പമാണ്, അല്ലേ, തോൽക്കാൻ എളുപ്പമാണ്, പക്ഷെ തോൽക്കരുത്, നമ്മൾ ഒരുമിച്ച് നിന്ന് യുദ്ധം വിജയിക്കണമെന്ന് ദ്രോണൻ ആരോട് പറയുകയാണ്? തൻ്റെ സൈന്യത്തിനോട് പറയുകയാണ്. ആ പൊടിയൊക്കെ മാറ്റി നമ്മുടെ ഭാഗത്തും ആനകളുണ്ട്, ആനകളെ മുൻപോട്ട് വെച്ച് നമ്മളും തിരിച്ച് പട നയിക്കണം ആരോടത്തേക്ക്? പാണ്ഡവരുടെ പക്ഷത്തേക്ക്. അങ്ങനെ പാണ്ഡവരെ നമ്മൾക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന വിശ്വാസം ദ്രോണർ, കൗരവ പടയുടെ തലവനായ ദ്രോണർ തൻ്റെ സൈന്യങ്ങൾക്ക്, പേടിച്ചു പോയ സൈന്യങ്ങൾക്ക് കൊടുക്കുകയാണ് ദ്രോണർ. ഈ കവിതയിലൂടെ എഴുത്തച്ഛൻ യുദ്ധത്തിൻ്റെ ഭയാനകതയും വീര്യവും വ്യക്തമാക്കുന്നു. യുദ്ധം എപ്പോഴും വീര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ, അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപന്യാസം ചോദിച്ചാൽ എഴുതാട്ടോ. യുദ്ധം എപ്പോഴും ഒരു പരാജയമാണ്. മരണങ്ങൾ മാത്രമേ, വിജയങ്ങളില്ല, പരാജയങ്ങൾ മാത്രമേ യുദ്ധം നൽകുന്നുള്ളൂ. പാണ്ഡവ സൈന്യത്തിൻ്റെ വരവ് ഒരു പ്രളയം പോലെ ഭയാനകമാണെങ്കിലും ദ്രോണരുടെ നേതൃത്വത്തിൽ കൗരവ സൈന്യം ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ തയ്യാറാകുന്നു. ഈ കവിത യുദ്ധത്തിൻ്റെയും ധീരതയുടെയും ഒരു ഉത്തമ സൃഷ്ടിയാണ്, ദൃഷ്ടാന്തമാണ്. പാണ്ഡവ സൈന്യം ശക്തമാണ്. കൗരവ പടയെ നിയന്ത്രിക്കാൻ തക്ക ബലമുള്ള ആനയും കുതിരകളും പടയാളികളുമുണ്ട്. പക്ഷേ അതിനൊത്ത തക്ക ബലം കൗരവർക്കുമുണ്ട്. ദ്രോണർ ശക്തി തൻ്റെ കൗരവ പടക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൗരവ പടയും പാണ്ഡവ പടയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു രംഗമാണ് ഇവിടെ എഴുത്തച്ഛൻ പടക്കളത്തിലേക്ക് എന്ന് പറയുന്ന കവിതയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. ഇതിൽ ചില പദങ്ങളുണ്ട്, എന്ന് സാർ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ കവിത വായിക്കുമ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പൊന്നെന്ന് പറഞ്ഞ സ്വർണം, ഗജമാന, കാലാൾപ്പട, നിലത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികളാട്ടോ. വമ്പോടെ, ഊറ്റത്തോടെ, അഹങ്കാരത്തോടെ, പടകം, പെരുമ്പറ, ബേരി, ഒരു വലിയ വാദ്യം മുഴക്കം, അല്ലേ, പടകം ബേരി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പടയാളികൾ പടകവും ബേരിയും മുഴക്കുകയാണ്. ശബ്ദമുണ്ടാക്കിയിട്ട് ഈ പാണ്ഡവ സൈന്യം ശബ്ദമുണ്ടാക്കിയിട്ടാണ് വരുന്നത്. ആരെ പേടിപ്പിക്കാൻ? കൗരവരെ പേടിപ്പിക്കാൻ. അതാണ് ഇവിടെ പടകവും ബേരിയും ഉദ്ദേശിക്കുന്നത്. ഹുങ്കാരം, അലർച്ച, ഓ കാന്തല കണ്ടിട്ടേ, ഓ കാന്തല അലറുന്നത്, അതേപോലെ അലറിക്കൊണ്ടാണ് ആര് വരുന്നത്? ഈ പാണ്ഡവ സൈന്യം വരുന്നത്. ചക്രം തിരിയുക, വിഷമിക്കുക, കഷ്ടത്തിലാവുന്ന അവസ്ഥ. ധൂളി, നേരിയ പൊടി പറത്തുന്നുണ്ട് ഈ യുദ്ധം. വല്ലഭം, സാമർഥ്യം, ശക്തി. ഭരദ്വാജ് എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ പിതാവ്, ഭരദ്വാജ പുത്രൻ എന്ന് പറഞ്ഞാൽ ദ്രോണറി, അതായത് ഭരദ്വാജൻ്റെ പുത്രൻ ആരാണ്? ദ്രോണരാണ്. ഇപ്പം ദ്രോണരുടെ പിതാവാണ് ആര്? ഭരദ്വാജൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ കവിതയിലെ പ്രധാന ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊന്നും നമുക്ക് സെറ്റായി ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം ഒരു ആസ്വാദനക്കുറിപ്പാണ്. ചിലപ്പോൾ ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് 7ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ ചോദ്യം വന്ന് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. എന്തൊക്കെ എഴുതാം? പടക്കളത്തിലേക്ക് എന്ന കവിത
മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആരംഭത്തിലെ ഒരു രംഗം കൃത്യമായി ചിത്രീകരിക്കും. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആരംഭത്തിലെ ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഭീകരതയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാടവം ഏറ്റവും പ്രകടമാകുന്ന ഈ ഭാഗത്ത് പാണ്ഡവ സൈന്യം എല്ലാ ശക്തിയും ആവേശവും ഉൾക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുന്നതായി വർണ്ണിക്കുന്നു അല്ലേ. അതായത് പാണ്ഡവ സൈന്യം എല്ലാ ശക്തിയും ഉപയോഗിച്ച് യുദ്ധക്കളത്തിലേക്ക് വരികയാണെന്നാണ് ഇവിടെ പ്രകടമായി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പാണ്ഡവ സൈന്യത്തിൻ്റെ ആ ഒരു വരവിൻ്റെ ആ ഒരു ധീരതയെ ആദ്യം തന്നെ കവിതയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. പൊന്നാഭരണങ്ങൾ അണിഞ്ഞ ആനകൾ, ആഭരണങ്ങൾ അണിഞ്ഞ ആനകൾ പിന്നെയോ മുൾത്തടി ഏന്തി യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നത് പൊന്നിൻ മലങ്ങൾ നടന്ന് നീങ്ങുന്നത് പോലെ കവി കാണുന്നു. ഈ സ്വർണ്ണ അണിഞ്ഞ് മുൾത്തടികൾ അണിഞ്ഞ് വരുന്ന ആനകൾ വലിയ സ്വർണ്ണമല വരുന്നത് പോലെയാണെന്ന് കവി പറയണേ. ഈ ഉപമയിലൂടെ ആനകളുടെ വലിപ്പവും ഗാംഭീര്യവും കവി അനാസമായി വരിച്ചു കാട്ടുന്നു. ആനയുടെ വലിപ്പവും ഗാംഭീര്യമെല്ലാം തന്നെ ഈ വരിയിലൂടെ കവി എടുത്തു കാണിക്കുകയാണ്. പിന്നെയോ വെള്ളക്കുതിരകൾ ഓടുന്നത് ഇതുപോലെയാണ്. കടൽ തിരമാലകൾ ഇളകുന്നത് പോലെ വെള്ളത്തിരമാലകൾ പോലെ ആരാണ് ഈ കടൽ കുതിര? ഈ കുതിര കടന്നു വരുന്നു യുദ്ധത്തിലേക്ക്. പാണ്ഡവ സൈന്യത്തിൻ്റെ കുതിര വെള്ളത്തിരമാലകൾ വരുന്ന പോലെയാണ് ഈ വെളുത്ത കുതിരകൾ വരുന്നതെന്ന് കവി പറയണേ. കടൽ തിരകൾ അലയടിക്കുന്നത് പോലെയാണെന്ന് കവി വർണ്ണിക്കുന്നു. കാലാൽപ്പട, പടകം, ബേരി ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലേ. ബാഹുബലി എന്ന ഞാൻ എന്ന് പറയുമ്പോൾ ശബ്ദം വരുന്നില്ലേ ബാഹുബലി? അതേപോലെ കാലാൽപ്പടകൾ, പടയാളികൾ ശബ്ദമുണ്ടാക്കിയിട്ടാണ് ഏതിലേക്ക് വരുന്നത്? കൗരവ പടയെ തോൽപ്പിക്കാൻ വരുന്നത്. പടകം, ബേരി എന്നിവയുടെ ശബ്ദങ്ങൾ ചേർന്ന് യുദ്ധഭൂമി സമുദ്രത്തിൻ്റെ അലർച്ച പോലെ മാറുന്നതായി കവി വർണ്ണിക്കുന്നു. യുദ്ധഭൂമി സമുദ്രം പോലെ, കടൽ പോലെ ഇരമ്പുന്നു. കാലാൽപ്പടയുടെ, മനുഷ്യപ്പടയുടെ, ആനകളുടെ, കുതിരകളുടെ, തേരുകളുടെ, ബേരികളുടെ ഒക്കെ ശബ്ദം കൊണ്ട് പൊട്ടിപ്പിളർത്തിക്കൊണ്ട് ആ കുരുക്ഷേത്ര ഭൂമി യുദ്ധഭൂമിയായി മാറുന്ന ആ ഒരു വർണ്ണനയാണ് ഇവിടെ ആദ്യ ഭാഗത്തിൽ കാണാൻ സാധിക്കുക. യുദ്ധത്തിൻ്റെ തീവ്രത വായനക്കാരിൽ എത്തിക്കാൻ ഈ പ്രയോഗം സഹായിക്കുന്നു. അതിന് യുദ്ധത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ എത്തിക്കുന്നത് വായനക്കാരിലേക്ക്. പൊടിപടലങ്ങൾ ആകാശത്തെ മൂടിയപ്പോൾ കൗരവ സൈന്യം പരിഭ്രാന്തരാകുന്നത്. പൊടി ഇങ്ങനെ പാറി നിൽക്കുകയാണ്. ആ പ്രദേശം മുഴുവൻ പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൗരവ സൈന്യം എന്തായി? പരിഭ്രാന്തരായി, പേടിക്കാൻ തുടങ്ങി. ചക്രം തിരിയുന്നത് പോലെ എന്ന പ്രയോഗം അവരുടെ ആശയക്കുഴപ്പത്തെ സൂചിക്കുന്നു അല്ലേ. ചക്രം തിരിയുന്നത് പോലെ ഈ കൗരവ സൈന്യം ഇങ്ങനെ പേടിക്കണം. അയ്യോ ഇനി എന്താ സംഭവിക്കുക? ഈ കൗരവ സൈന്യം ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് ദ്രോണർ തൻ്റെ സൈന്യത്തെ ധൈര്യപ്പെടുത്തുകയും യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദ്രോണർ വരുന്നുണ്ട്. ദ്രോണർ വന്നിട്ട് ഈ യുദ്ധത്തിന് സൈന്യത്തിനെ ഒന്ന് ശക്തിപ്പെടുത്തുകയാണ്. പേടിക്കാതിരിക്കൂ, ഒന്ന് ഓക്കെ ആയിരിക്കൂ, നീ പേടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണർ തൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദ്രോണർ പറയുകയാണ്, നിങ്ങൾ ആരും പേടിക്കരുത്, ആരും ഭയപ്പെടരുത്, എല്ലാവരും ശക്തിയോടെ പ്രതികരിക്കണമെന്ന് ദ്രോണർ തൻ്റെ സൈന്യങ്ങളോട് തുറന്നു പറഞ്ഞു. നമ്മൾ ഈ ശക്തി കണ്ട് ഭയപ്പെട്ടോടരുത്. നമ്മൾ ഭയപ്പെട്ടാൽ നമ്മൾ ഭീരുക്കളാണെന്ന് ഇവർ അറിയും. അതുകൊണ്ട് നമ്മളും സർവ്വശക്തിയും എടുത്ത് നമ്മുടെ ഭാഗത്തുള്ള ഗജങ്ങളെ, ആനകളെ മുന്നിൽ നിർത്തി നമ്മളും പോരാടണമെന്ന് ആര് പറയാൻ ദ്രോണർ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഒന്നിച്ചു നിൽക്കുക, ആനകളെ മുന്നിൽ നിർത്തുക, പൊടിപടലങ്ങളെ അകറ്റുക. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഐക്യവും തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഐക്യം വേണം, തന്ത്രം വേണമെന്ന് ആര് പറയുകയാണ്? ദ്രോണർ പറയുകയാണ്. മക്കളെ, ഈ കവിത എഴുത്തച്ഛൻ്റെ കാവ്യപാടവത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. എഴുത്തച്ഛൻ അത്രയും മനോഹരമായി എഴുതിയ കവിതയാണ്. ഒരു യുദ്ധം നേരിട്ട് കാണുന്ന ദൃക്സാക്ഷി വിവരണം പോലെയാണ് ഈ ഒരു കവിത എഴുതിയത്. യുദ്ധക്കളത്തിൻ്റെ ഭയാനകമായ രംഗവും സൈനികരുടെ ധീരതയും കവി മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. സൈനികരുടെ ധീരത, യുദ്ധം നേരിട്ട് കാണുന്നൊരു അവസ്ഥയെല്ലാം തന്നെ എഴുത്തുകാരൻ ഇവിടെ പ്രകടമായി അർത്ഥമാക്കുകയാണ്. ഗാനാത്മകമായ ഭാഷയും ഉപമകളും കവിതയെ കൂടുതൽ ആസ്വാദ്യകരമാകുന്നു. അതുകൊണ്ട് തന്നെ കവിതയിലെ ഭാഷ, നമ്മുടെ എഴുത്തുകാരൻ്റെ ഭാഷ ഈ എഴുത്തിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നുകൂടി എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യം, ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ, ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നുണ്ട്. ഈ വരി അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലെ ഈ കവിതാ ഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തി എഴുതുക. ഇതൊക്കെയാണ് ഇതേപോലെയുള്ള വരികൾ നോക്കാം. ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും കവിതയ്ക്ക് ഒരു താളാത്മകത ഭംഗി നൽകുകയും യുദ്ധത്തിൻ്റെ വിവിധ വശങ്ങളെ കൂടുതൽ ജീവസുറ്റതാക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ വിവിധ വശങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ശബ്ദഭംഗി ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ കവിതയുടെ ആശയം ഊന്നി പറയുന്നതിനും വായനക്കാരിൽ ശക്തമായ ഒരു അനുഭവം സൃഷ്ടിക്കുന്നതിനും ഇവ സഹായിക്കുന്നു അല്ലേ. വായനക്കാരിൽ ഒരു ശക്തിയുടെ അനുഭവം സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്.
ആവർത്തന ഭംഗി ആസ്വദിക്കാം. ഇവിടെ ആവർത്തന ഭംഗികളാണ് ആസ്വദിക്കാമെന്നാ പറയണേ. എന്താണ്? പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ. ഇവിടെ പൊന്നി എന്ന പദം ആവർത്തിച്ചു വരുന്നത് ആനകളുടെ അലങ്കാരത്തിൻ്റെ തിളക്കവും ആഡംബരവും വായനക്കാരിലേക്ക് എത്തിക്കുന്നു അല്ലേ. പൊന്നി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനകളുടെ അലങ്കാരത്തിൻ്റെ തിളക്കമാണ്, ആഡംബരമാണ്. ആന ഇങ്ങനെ അലങ്കാരത്തോടുകൂടി ഇങ്ങനെ തിടമ്പേറ്റി ഇങ്ങനെ മതിയിളകി വരികയാണ്. അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം ഒരു യുദ്ധത്തിൻ്റെ ഭീകരത ഇവിടെ വർണ്ണിക്കുവാൻ ഈ വരികൾക്ക് സാധിക്കുന്നുണ്ട്. ചൊല്ലിനാൽ മറ്റുള്ളവരോട് ഇത് കാണുക, നല്ല വരവ് ഭയങ്കരം എത്രയും, എല്ലാവരും ഒരുമിച്ച് നിന്നിടുവിൻ, നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ, വല്ലാതെ ധൂളിപ്പട അകറ്റിയിടുവിൻ, വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ അല്ലേ. അപ്പോൾ നമ്മുടെ കൗരവപക്ഷത്തിൻ്റെ സേനാനായകനായ ദ്രോണർ പറയുകയാണ്, പേടിച്ചു പോകാതെ ഒരുമിച്ച് നിൽക്കുവിൻ, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പട നയിക്കാം, അങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് എത്താമെന്ന് ആര് പറയുകയാണ്? ദ്രോണരും പറയുകയാണ്. പേടിക്കാതിരിക്കുന്നു പറഞ്ഞ് തന്നെ സൈന്യത്തിന് ശക്തി ആര് കൊടുക്കുന്നുണ്ട്? ദ്രോണർ കൊടുക്കുന്നുണ്ട്. ഈ വരികളിൽ ല എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം ദ്രോണരുടെ നിർദ്ദേശങ്ങളുടെ ഗൗരവവും അടിയന്തരതയും ഊന്നി പറയുന്നു അല്ലേ. ഇവിടെ ല എന്ന അക്ഷരം ദ്രോണരുടെ നിർദ്ദേശത്തെ കൂടി അർത്ഥമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നൊരു ചോദ്യം വരും, തത്സമയ വിവരണം തയ്യാറാക്കാം. അതായത് നമ്മുടെ യുദ്ധത്തിന് തത്സമയ വിവരണം തയ്യാറാക്കാം. നേരിട്ട് കണ്ട പോലെ ഒരു വിവരണം തയ്യാറാക്കാൻ ചോദ്യം എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. എങ്ങനെ എഴുതാം? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടറായി എത്തിയിരിക്കുന്നു സങ്കല്പിക്കുക. അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ ഈ യുദ്ധം നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ ന്യൂസ് ചാനലിൽ ഇത് അവതരിപ്പിക്കണം. ചോദ്യം എങ്ങനെ അവതരിപ്പിക്കാം? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് ദ്വാരക ടെലിവിഷൻ്റെ തത്സമയ പ്രക്ഷേപണം എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ഹൃദയഭാഗത്താണ്. അങ്ങനെ ഈ ന്യൂസ് റിപ്പോർട്ടർ പറയില്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേൾക്കാമോ ഞാനിപ്പോൾ നിൽക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്, ഇതാ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാ മല പോലെ സ്വർണ്ണ മല പോലെ ആനകൾ വരുന്നു, ഇതാ വെള്ളക്കുതിരകൾ വരുന്നു കടൽ പോലെ, അതാ കാൽപ്പടകൾ, ഇതാ കൗരവ പക്ഷെ പേടിക്കുകയാണ്. പക്ഷേ ദ്രോണർ ദ്രോണർ തന്റെ സൈന്യത്തിന് ശക്തി പറഞ്ഞു കൊടുക്കുകയാണ്. ഓ സുന്ദരമായ കാഴ്ച എന്ന് നമ്മൾ റിപ്പോർട്ടർ ചെയ്യും അല്ലേ, ഈ സ്പോർട്സിനൊക്കെ ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ട് റിപ്പോർട്ട് ചെയ്യാണ്. പൊടിപടലങ്ങൾ മൂടിക്കിടക്കുന്ന ഈ രണഭൂമി വെച്ചാൽ യുദ്ധഭൂമി. രണഭൂമിയിൽ രണ്ട് സൈന്യങ്ങളും ജീവൻ മരണ നോക്കൂ. പാണ്ഡവ സൈന്യം എത്ര ആവേശത്തോടെയാണ് മുന്നേറുന്നത് അല്ലേ. പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി കയ്യിലെന്തി പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ കുതിച്ചു വരുന്നു. ആനകൾ ഇതാ പൊന്നിൻ മല പോലെ കുതിച്ചു വരുന്നു. വെള്ളക്കുതിരകൾ കടൽ തിരമാലകളെ പോലെ പാഞ്ഞു വരുന്നു. കാലാൾപ്പടകൾ അമ്പും വില്ലും പിടിച്ച് യുദ്ധക്കളത്തിലേക്ക് ആർത്തട്ടഹസിച്ച് പാഞ്ഞു വരുന്നു. പടകഘോഷങ്ങളും ബേരിനാദങ്ങളും ചേർന്ന് യുദ്ധഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങാം. എന്നാൽ കൗരവ സൈന്യം പതറുന്നില്ലല്ലേ. എന്നാൽ ആ കൗരവ സൈന്യം പതരാതെ വിട്ടുകൊടുക്കാതെ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുകയാണ്. തങ്ങൾ ഒരടി പോലും പിറകോട്ടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ പാണ്ഡവ സേനയെ എതിരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ. ഇതാ കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇതാ ഒരുങ്ങിയിരിക്കുകയാണ്. നിൽക്കൂ പട നമുക്ക് അല്ലേ, നിൽക്കൂ ഇതാ നമ്മൾ തോക്കാൻ പാടില്ലെന്ന് ഇതാ ദ്രോണനെ വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണർ സൈന്യത്തെ ഉണർത്തുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കാനും ഗജങ്ങളെ മുന്നിൽ നിർത്താനും ധൂളിപ്പടയെ അകറ്റാനും അദ്ദേഹം ആജ്ഞാപിക്കുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്ക്, എന്നിട്ട് ഈ പടയെ മുന്നോട്ട് കൊണ്ടുപോകൂ, ശക്തിയോടെ പോകൂ എന്ന് ആജ്ഞാപിക്കുന്നു. നമ്മുടെ ദ്രോണരും ആജ്ഞാപിക്കുന്നുണ്ട്. ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടാൻ നിമിഷങ്ങൾ മാത്രം. ഇതാ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടാൻ നിമിഷങ്ങൾ മാത്രമാണ് പ്രിയ സുഹൃത്തുക്കൾ എന്ന് പറയാം. നമുക്ക് യുദ്ധം അതിരൂക്ഷമാകുന്നു എന്നതിൽ സംശയമില്ല. തൽക്കാലം നമുക്ക് ഈ യുദ്ധം നിന്നും അല്പം കൂടി സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറുവാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വൈകാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും ദ്വാരക ടെലിവിഷന് വേണ്ടി അരുൺ അല്ലേ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത് അത്തരത്തിൽ ഒരു യുദ്ധത്തിന് തത്സമയ സംപ്രേഷണം റിപ്പോർട്ട് എഴുതാനും ചോദ്യങ്ങൾ വരും. ഓക്കെ, അതിന് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അടുത്തൊരു ചോദ്യം, വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ. വെള്ളക്കുതിരകളുണ്ട്, ഈ കുതിരകളില്ലേ, ഈ കുതിര എങ്ങനെയാണ് കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ, വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ, വെള്ളത്തിലെ തിര തള്ളിക്കളിക്കുന്നത് പോലെ, തിരമാലകൾ കൂറ്റൻ തിരമാലകൾ വരുന്നത് പോലെ ആ തട്ടഹസിച്ച് വരികയാണ് ആര്? കുതിരകൾ. അപ്പം തിരമാലകളോടാണ് കുതിരയെ സാമ്യപ്പെടുത്തിയത്. യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? അപ്പോൾ യുദ്ധത്തെ എങ്ങനെയാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നതെന്ന ചോദ്യം. വൻകടൽ പോലെ പരന്നും ഹുങ്കാര ശബ്ദത്തോടെ നിരന്നും ആണ് ഭയാനകമാം വിധം യുദ്ധഭൂമി കാണുന്നത്. അപ്പോൾ യുദ്ധസന്നാഹത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന ചോദ്യം. ഇപ്പോൾ യുദ്ധത്തിലെ സന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് മക്കളെ? വൻകടൽ പോലെയാണ് യുദ്ധഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ മക്കളെ മുത്തുമണികളെ, നമ്മളൊരു കവിത ഏതാണ് നമ്മളെ എഴുത്തച്ഛൻ്റെ പടക്കളത്തിലേക്ക് എന്ന് പറഞ്ഞ കവിത, മഹാഭാരതത്തിലെ
കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധഭാഗങ്ങളെയാണ് വർണ്ണിക്കുന്നത്. പാണ്ഡവ സൈന്യത്തെ കണ്ട് പേടിച്ചു പോകുന്ന കൗരവ സൈന്യത്തെ ആരാശ്വസിപ്പിക്കുകയാണ് നമ്മുടെ കൗരവ സൈന്യത്തിൻ്റെ സേനാനായകനായ ദ്രോണർ. അപ്പോൾ യുദ്ധം എപ്പോഴും ഒരു പരാജയമാണ്. മരണങ്ങൾ മാത്രമേ യുദ്ധത്തിലുള്ളൂ. അത്തരത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായ മഹാഭാരത യുദ്ധം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭീകരതയാണ് എഴുത്തച്ഛൻ തൻ്റെ ഈ കാവ്യഭാഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇതിൻ്റെ ചോദ്യങ്ങളും ഈ കവിതാഭാഗത്തിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിച്ചു കഴിഞ്ഞു. എൻ്റെ മക്കൾ നന്നായി പഠിക്കുക, നല്ലോണം പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.